ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനുഷ ഫാബ്രിക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഒരു പുഷ്പക് പാൻറ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ പുഷ്പക് പാൻറ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. ഇപ്പം പുഷ്പക് പാൻറ് അധികം ട്രെൻഡല്ല എങ്കിലും നമ്മൾ ഇടയ്ക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഇടാറുണ്ട്. ഇപ്പം പെൻസിൽ പാൻറ് വന്ന ശേഷം അധികം പുഷ്പക് പാൻറ് വളരെ റെയറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം കുറച്ച് ട്രെൻഡി അല്ല എങ്കിലും നമ്മൾക്കതൊന്ന് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പുഷ്പക് പാൻറ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2.5 മീറ്റർ അല്ലെ 2.25 മീറ്റർ തുണിയാണെങ്കിൽ നമുക്ക് ഓക്കെ തയ്ക്കാം. ഇനി 2 മീറ്ററിലും അധികം ചുരുക്കമൊക്കെ കുറവാണെങ്കിലും നമുക്ക് തയ്ച്ച് എടുക്കാൻ സാധിക്കും. ചുരുക്ക് കുറച്ച് ഇപ്പം അധികം ചുരുക്കിടാതെയാണ് തയ്ക്കുന്നത്. അപ്പോൾ 2 മീറ്ററൊക്കെ മതി തയ്ക്കാനായിട്ട്. ഓക്കെ, ഇപ്പോൾ 2 മീറ്ററിൽ നമ്മൾ ഇവിടെ ഒരു ഡ്രസ്സിൻ്റെ പാൻറ് പീസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ നമ്മൾ ഒരു പുഷ്പക് പാൻറ് തയ്ക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, കട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി പുഷ്പക് പാൻറ് അറിയത്തില്ലാത്തവർ പ്രത്യേകം അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും ഈസി മെത്തേഡിലാണ് ഇത് കട്ടിങ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി മെത്തേഡിൽ എങ്ങനെയാണ് ഒരു പുഷ്പക് പാൻറ് നമുക്ക് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതിൻ്റെ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണം. മറക്കാതെ തന്നെ ഇപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നമ്മുടെ എല്ലാ വീഡിയോകളും നിങ്ങൾ കാണുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓരോ ദിവസവും ഞാൻ ഇടുന്ന വീഡിയോകൾ ഇടുന്നുണ്ട്. 3 വീഡിയോ വെച്ച് ഓരോ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ മറക്കാതെ കാണുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും, ഇനി ഞാൻ അഥവാ പറയാൻ വിട്ടുപോയെങ്കിൽ തന്നെ നിങ്ങൾ മറക്കാതെ കാണുക കേട്ടോ. അതുപോലെ തന്നെ മുഴുവൻ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുകയും ചെയ്യുക. അപ്പോഴേ നമുക്ക് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ, ക്ലാസ്സിലും പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം ഒരു ദിവസം നമ്മൾ ക്ലാസ് മിസ്സായിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പറയുന്ന മെയിൻ കാര്യങ്ങൾ, സ്റ്റിച്ചിങ്ങിൻ്റെ ആണെങ്കിലും മെഷർമെൻറ്റ് എടുക്കുന്നതാണെങ്കിലും നമുക്ക് പോയിൻറ്റുകൾ കിട്ടണമെങ്കിൽ എല്ലാ വീഡിയോയും കൃത്യമായിട്ട് ഇടുന്നത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനും കാണുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും സപ്പോർട്ടിനും നന്ദി. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ വീഡിയോ നമുക്ക് ഈ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ പാൻറ് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ പീസ് ഉണ്ടല്ലോ, ഇത് 2 മീറ്റർ 2.25 മീറ്ററിൻ്റെ അടുത്ത് വരും. ഡ്രസ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഡ്രസ് മെറ്റീരിയൽ വന്നിരിക്കുന്ന ഈ പീസിന് പാൻറ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ പീസിനെ നമ്മൾ ഇതിനെ 4ആയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യണം. 4ആയിട്ട് ഫോൾഡ് ചെയ്തിടണം. രണ്ടായി ആദ്യം ഫോൾഡ് ചെയ്ത ശേഷം അതിനെ നമ്മൾ കോണോട് കോണ് ഒന്ന് മടക്കണം. കോണോട് കോണെന്ന് പറയുമ്പോഴേക്കും നമ്മളിങ്ങനെ 2ആയി മടക്കുമല്ലോ. നമ്മളിങ്ങനെ 2ആയി മടക്കും. 2ആയി മടക്കിയ ശേഷം കോണ്, ഇത് കോണാണ് ഒരു മൂല. അപ്പോൾ ഈ കോണോട് കോണ് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തിടുക. അതിനുശേഷം കോണോട് കോണ് ഫോൾഡ് ചെയ്തിട്ട ശേഷം നമ്മളതിൻ്റെ ചുളിവൊക്കെ ഒന്ന് വിടർത്തി കൊടുത്ത് നല്ലപോലെ ഫ്ലാറ്റായി വിരിച്ചിടണം. വിരിച്ച് നല്ലപോലെ ഫ്ലാറ്റായിട്ട് വിരിച്ചിടുക. അതിനുശേഷം മെഷർമെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ മെഷർമെൻറ്റ് എടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ മെഷർമെൻറ്റ് ഡ്രസ്സ് ഉണ്ടെങ്കിൽ മെഷർമെൻറ്റ് ഡ്രസ്സിൽ നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. മെഷർമെൻറ്റ് ഡ്രസ്സിലും ചെയ്യാവുന്നതാണ്.
അപ്പോൾ നമ്മൾ മെഷർമെൻറ്റിൻ്റെ പാൻറ് ഉണ്ടെങ്കിൽ അപ്പോൾ ആ പാൻറ് എടുത്ത് വെച്ച് അതിൻ്റെ അളവുകൾ ലെന്തൊക്കെ കറക്റ്റായിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാണ് മെഷർമെൻറ്റ് പാൻറ്. അപ്പം ഇതിൽ വണ്ണം എന്തെങ്കിലും നമുക്ക് വ്യത്യാസം വരുത്താനായിട്ടുണ്ടെങ്കിൽ അത് മാത്രം നമ്മൾ എക്സ്ട്രാ കൂട്ടിയിടുക. ഈ പാൻറ് ഉണ്ടല്ലോ തയ്ച്ചത് അതേപോലെ തന്നെ ഈ കോൺ ഈ ഭാഗമായിട്ട് വരും. ഈ സൈഡുണ്ടല്ലോ, ഈ സൈഡിൻ്റെ ഈ ജോയിൻ്റ് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. നോക്കിക്കോളൂ, ഈ കോണ് ഈ ഭാഗത്തായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇതിനെ മാക്സിമം നമ്മളിവിടെ കയറ്റി വെക്കണം. കണ്ടോ, ഇവിടെ ഒരു ജോയിൻ്റ് ഇങ്ങനെ വരുന്നുണ്ട്. കയറ്റി വെച്ച ശേഷം ഇതിനെ കറക്റ്റായിട്ട് വിരിച്ചിടുക, ഫ്ലാറ്റായിട്ട് വിരിച്ചിടുക. വിരിച്ചിട്ട് നമുക്ക് എത്ര ലെങ്ത് വേണോ അത്രയും ലെന്ത് എടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ കുറച്ച് ലെന്ത് കുറച്ച് മതി. അപ്പം നമ്മൾ ഇത്രയാണ് മാർക്ക് ചെയ്യുന്നത്. ലെന്ത് കുറച്ച് മതി, അതുകൊണ്ട് ഇത്രയാണ് മാർക്ക് ചെയ്യുന്നത്. ഒരു 4 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടുന്നുണ്ടല്ലോ മാർജിന് വേണ്ടിയിട്ട് നമ്മളൊരു 1.5 ഇഞ്ച് വിട്ടിട്ട് ഇതേപോലെ ഒരേ ഷേപ്പിൽ നമ്മളിതിനെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊണ്ടുപോകണം. വണ്ണം കൂട്ടണമെങ്കിൽ ഒരു 1/2 ഇഞ്ചോ അതും കൂടി എക്സ്ട്രാ വിടണം. അതിനുശേഷം 1-1.5 ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് പോകണം. അതിനുശേഷം ഈ അളവ് ഡ്രസ്സ് നമ്മളെടുത്ത് മാറ്റിയ ശേഷം ഉണ്ടല്ലോ ഈ പാൻറ് മാർക്ക് ചെയ്തിരിക്കുന്ന ഇവിടെ ബോട്ടം ഉണ്ടല്ലോ, ഇതിൻ്റെ ബോട്ടത്തിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് വരാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഇവിടെ എക്സ്ട്രാ മാർജിനും കൂടെ കൂട്ടിയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു മാർക്കിങ്ങിൻ്റെ ആവശ്യമില്ല, കാരണം ഡ്രസ്സ് ഇട്ടിട്ട് കട്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇതിൻ്റെ കാലിൻ്റെ ബോട്ടത്തിൽ നിന്ന് കട്ട് ചെയ്ത് കൊണ്ടുപോകും. ഇതിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ കട്ട് ചെയ്യാം. ഈസി ആയിട്ട് കട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. ഒരുപാട് അളവുകളൊന്നുമില്ല. അളവുണ്ടെങ്കിൽ തന്നെ നമുക്ക് മെയിനായിട്ട് എടുക്കേണ്ടത് ഇങ്ങനെ കോണായിട്ട് വിരിച്ചിട്ട ശേഷം ഇവിടെ നിന്നുള്ള അളവാണ് മെയിനായിട്ട് എടുക്കേണ്ടത്. അതിന് ശേഷം ഇങ്ങനെ ഷേപ്പിൽ വന്ന് ഇവിടെ ഒരു ചെറിയ ഷേപ്പ് കൊടുക്കാം. ഇതിനധികം ലെന്ത് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് ലെന്ത് കുറച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് പെൻസിൽ പാൻറ്റിൻ്റെ പ്രധാനപ്പെട്ട മെഷർമെൻറ്റുകൾ. അപ്പോൾ ഇതിനെ ഈ 4 പീസും ഒന്നിച്ച് വരത്തക്ക രീതിയിൽ വിട്ടിട്ട് നമ്മൾ അതിന് എക്സ്ട്രാ ഉള്ളതിനെ കട്ട് ചെയ്ത് മാറ്റണം. ഇത് കണ്ടോ, ഇവിടെ എക്സ്ട്രാ കുറച്ച് പീസുണ്ട്. അപ്പോൾ നമ്മളതിന് ഒരേപോലെ 4 പീസ് ഒരേപോലെ ലെവൽ വരുത്തണം. അല്ലെങ്കിൽ പിന്നെ ഇതിനൊരു പീസ് നമ്മൾ ഇതിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പീസ് തമ്മിൽ അപ്പ് ആൻഡ് ഡൗൺ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റിയില്ലേ, ഈ പീസ് ഇവിടെ കട്ട് ചെയ്ത് മാറ്റി. അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് മാറ്റി ഈ പീസിൻ്റെ ഇവിടെ ഫോൾഡായിട്ട് വരുന്ന ഒരു പീസുണ്ട്. ഇതിൽ സൈഡിൽ കട്ട് ചെയ്ത് മാറ്റിയ ആ പീസിൻ്റെ ഈ 2 പീസുണ്ടല്ലോ, ഈ 2 പീസും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ കോണാക്കി വെക്കുക. കോണാക്കി വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യണം. ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പ് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഷേപ്പിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 2.5-3 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ സീറ്റിന്
കിട്ടും, സീറ്റ് കറക്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇവിടെ പീസൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ടൈറ്റ് ആകാതെ ഫ്രീ ആയിട്ട് കിട്ടും. ഇങ്ങനെ ഒരു ഷേപ്പ് കർവ് എടുക്കുക. കർവ് എടുത്ത ശേഷം ഉണ്ടല്ലോ, ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ഏകദേശം 9 ഇഞ്ച് മേലോട്ട് നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് കട്ട് ചെയ്ത് കൊടുക്കണം. ഉണ്ടോ, ഇങ്ങനെ സ്ട്രെയിറ്റ് കട്ട് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം അങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസിനെ നമ്മൾ അധികം ഉള്ളതിനെ കട്ട് ചെയ്ത് ലെവൽ ചെയ്യണം. അധികം ഉള്ളതിനെ കട്ട് ചെയ്ത് ലെവൽ ചെയ്യുന്നു. അപ്പോൾ ഇത് 4 പീസാണുള്ളത്, ഇത് 4 പീസാണുള്ളത്, ഇത് 4 പീസാണുള്ളത്. ഉണ്ടോ, 1 2 3 4. അപ്പോൾ ഈ 4 പീസും ഈ 4 പീസും തമ്മിൽ അങ്ങനെ ജോയിൻറ്റ് ചെയ്യണം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും അങ്ങനെ നോക്കി ജോയിൻറ്റ് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ്, പ്രധാനപ്പെട്ട കട്ടിങ് അത്രയേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ച് നിങ്ങൾ കട്ട് ചെയ്യുക. ഈസി കട്ടിങ് ആണ്. അതിനെ ജോയിൻറ്റ് ചെയ്ത ശേഷം നമുക്ക് മേലെ 9 ഇഞ്ച് ഈ ബാലൻസ് പീസ് വരുന്നുണ്ടല്ലോ, ഇതിൽ നമുക്ക് അതിനെ ജോയിൻറ്റ് ചെയ്തിട്ട് വള്ളി ഇടാൻ മേലെ വള്ളി ഇടാനുള്ള പീസിന് റെഡിയാക്കാം. വള്ളിയോ ഇലാസ്റ്റിക്കോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തായെന്ന് വെച്ചാൽ ഇടാം. അപ്പോൾ കട്ടിങ് അത്യാവശ്യം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഒന്നുമില്ല ഇതിൽ ശ്രദ്ധിക്കാനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം 2 മീറ്ററുള്ള ഒരു പുഷ് പാൻറ്റ് നമുക്ക് 2 മീറ്ററിൽ കട്ട് ചെയ്യണമെങ്കിൽ അതിനെ 2ആയി മടക്കിയിട്ട് 4ആയിട്ട് കോണോട് കോണ് ഫോൾഡ് ചെയ്യണം. അത് കോണോട് കോണ് ഫോൾഡ് ചെയ്ത് ഇട്ട ശേഷം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് കട്ടിങ്, ഇവിടെ നിന്നുള്ള മെഷർമെൻറ്റാണ് നമുക്ക് പ്രധാനമായിട്ട് കാലിൻ്റെ വണ്ണത്തിൻ്റെ എടുക്കേണ്ടത്. അത് ഏകദേശം ഒരു 12 12.5 13 എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് മീഡിയം സൈസിലുള്ളത് കിട്ടും. മീഡിയം സൈസിലുള്ള 12 13 വിഡ്ത്തിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഇനി അതിൽ കൂടുതൽ വേണമെങ്കിൽ അവരുടെ സീറ്റിൻ്റെയും കാലിൻ്റെ മേൽഭാഗത്തുണ്ടല്ലോ ആ മെഷർമെൻറ്റ് എടുത്ത ശേഷം നമുക്കിവിടെ മാർക്ക് ചെയ്തിട്ട് പ്ലസ് തയ്യൽ തുമ്പും കൂടെ വിട്ടിട്ട് ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ പുഷ് പാൻറ്റിൻ്റെ കട്ടിങ് കഴിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.